ഹായ് ഫ്രണ്ട്സ്, ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയം ജേണി. കുറച്ച് അപ്ഡേറ്റുകളാണുള്ളത്, നല്ല രസമുള്ള അപ്ഡേറ്റുകളാണ്. എന്താ രസം! ആദ്യത്തെ അപ്ഡേറ്റ്, നായകൻ സൂര്യ, നായിക രശ്മിക മന്ദന, സംവിധാനം ബേസിൽ ജോസഫ്, മ്യൂസിക് സുഷിൻ ശ്യാം, മാത്യു, നെസ്ലിൻ, സന്ദീപ് ആൻഡ് സംഗീത് എന്നിവർ പ്രധാന വേഷത്തിൽ. ഓഹ്, കേൾക്കാൻ എന്താ രസം! അത് ബേസിൽ, അത് വേറൊരു കാര്യമുണ്ട്, ഈ സംഭവം വരുന്നുണ്ടെന്നുള്ളായിരുന്നു. നായകൻ സൂര്യ, നായകൻ വേഷത്തിൽ. തമിഴ് സിനിമ അപ്ഡേറ്റുകൾ നൽകുന്ന തമിഴ് സിനിമ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഇങ്ങനെ ഒരു ചിത്രം വരുന്നു എന്ന വാർത്ത പോസ്റ്റ് ചെയ്തത്. അതിന് താഴെ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കൂടെ, ഇതൊക്കെ അവരറിഞ്ഞിട്ടുണ്ടോ, ഓ സ്വപ്നത്തിലാണ്, എണീക്കട എണീക്ക് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡയലോഗുകൾ. പക്ഷേ ബേസിൽ ജോസഫ് സൂര്യയെ നായകനാക്കി ഒരു ചിത്രം ചെയ്യുന്നു എന്നുള്ളത് സത്യമായ വാർത്തയാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊന്നും അവർ തന്നിട്ടില്ല, കൂടുതൽ കൺഫർമേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബട്ട് ഇത് സത്യമാണ്. സൂര്യ നായകനായി ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ചർച്ചയിലുണ്ട്. അത് സൂര്യക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബട്ട് എന്ന് വരും, എങ്ങനെ വരും, ഏത് സിനിമേഷൻ ഒന്നും വന്നിട്ടില്ല. ഓഫ് കോഴ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ സുഷിൻ ശ്യാം വരുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ബേസിലാണ് സംവിധായകൻ. അതിൽ സന്ദീപ്, നെസ്ലിൻ തുടങ്ങിയിട്ടുള്ള മാത്യു തുടങ്ങിയുള്ള ആളുകൾ വരുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ആരാണ് സംവിധായകൻ? ഇതേ കിടക്കുന്നത് ബേസിൽ ജോസഫ്. ഇനി രശ്മിക മന്ദന, അതാണ് പലർക്കും വിശ്വാസം. രശ്മിക എന്താ കുഴപ്പം? കുബേര എന്ന് പറഞ്ഞ സിനിമയിൽ രശ്മിക വന്നിട്ടില്ലേ? അതില് ധനുഷാണ് നായകൻ. എന്താ സൂര്യ നായകനായ സിനിമയിൽ രശ്മിക്ക് വരാൻ പറ്റൂലേ? ഇനി ബേസിലിനെ കുറച്ച് കാണണ്ട. ബേസിലാണ് സംവിധാനം ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ ഹീറോനെ പ്രതീക്ഷിച്ചിട്ടുള്ള ആളാണ് മിന്നൽ മുരളി. നമുക്ക് അറ്റ്ലീസ്റ്റ് മലയാളികൾക്ക്, അത്യാവശ്യം മാത്രം പറയാൻ പറ്റില്ല, കാരണം ഹിന്ദിക്കാരൊക്കെ ഇരുന്ന് റിയാക്ഷൻ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അവരൊക്കെ സൂപ്പർമാന്റെയും സ്പൈഡർമാന്റെയും ഒപ്പം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത്ര ഗംഭീരമായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ചെറിയ സംവിധായകനൊന്നുമല്ല. പുള്ളി കോമഡി ക്യാരക്ടർ ചെയ്യുന്നു എഴുതിയിട്ട് തള്ളാൻ പറ്റില്ല. കീട്ടിലെ സംവിധായകനാണ്. അപ്പോൾ രശ്മിക മന്ദന അല്ല, അതൊക്കെ മേലുള്ള ആൾക്കാരെ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി മലയാള സിനിമയ്ക്ക് ഉണ്ട്. ആൻഡ് ഇത് തമിഴിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയും വേണ്ട, സൂര്യനായകനും നോ ഡൗട്ട്സ്, ഒരു ഡൗട്ടും ഈ കാര്യത്തിൽ വേണ്ട. അടുത്തത് ജൂഡ് ആന്റണി. ജൂഡ് ആന്റണി വെയിൽ പ്രൊഡക്ഷൻസുമായിട്ട് ചേരുന്നു എന്നാണ് പറയുന്നത്. സംവിധായകൻ ജൂഡ് ആന്റണി, അദ്ദേഹം പുതിയൊരു സിനിമ ചെയ്യുന്നുണ്ട്. അതിൽ നായകൻ സൂര്യ ആയിരിക്കുന്നു, രജനീകാന്ത് ആണെന്നുള്ള രീതിയിൽ വാർത്ത കിട്ടുന്നു. പക്ഷെ രണ്ടുമല്ല, ആര്യ നായകനായിട്ട് വരും എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന വാർത്തകൾ. കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് രജനീകാന്തിനെ വെച്ചോ അല്ലെങ്കിൽ സൂര്യനെ വെച്ചോ അല്ല തമിഴ് സിനിമയിൽ അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ഐ ആം ഗെയിം ഈദ് 2026 റിലീസ് ആവുന്നാണ് പറയുന്നത്. ദുൽഖർ സൽമാൻ നഹാസ് ഹിദായത്ത് ഫിലിം ഐ ആം ഗെയിം പ്ലാനിങ് ടു റിലീസ് ഇൻ ഈദ് 2026. സെക്കൻഡ് ഷെഡ്യൂൾ ഡ്രാഫ്റ്റ്, രണ്ടാമത്തെ ഷെഡ്യൂൾ കഴിഞ്ഞു. 2026 ഈദിന് ഈ പടം റിലീസ് ആവും എന്നുള്ളത് തന്നെയാണ് കേൾക്കുന്നത്. മൈസ, ഇതാണ് പോസ്റ്റർ. കിഡിലൻ പോസ്റ്റർ ആവുന്നുള്ളത്. രശ്മിക മന്ദന എനിക്കൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരം ഒരു കഥാപാത്രമാകാൻ സാധ്യതയുള്ള, പുള്ളിക്കാരിക്ക് ചെയ്യാൻ കഴിയും തോന്നുന്ന ഒരു സാധനം. ആൻഡ് ഇത് ഭയങ്കരമായിട്ടുള്ള ഈ പോസ്റ്റർ നല്ല രസമുണ്ട്. ആ ഒരു രൗദ്രം, രോഷം ഒക്കെ അതിൽ കാണുന്നുണ്ട്. ആൻഡ് അതിന്റെ താഴെ പുള്ളിക്കാരനെ എഴുതിയിട്ടുണ്ട്, ഐ ഓൾവേസ് ട്രൈ ടു ഗിവ് യു സംതിങ് ന്യൂ, സംതിങ് ഡിഫറെന്റ്, സംതിങ് എക്സൈറ്റിംഗ്, ആൻഡ് this is one of those. A character I have never played before, a world I have never stepped into, and a version of me that ever I hadn't met till now. It's fierce, it's intense, and it's extremely raw. I'm so nervous and super excited. I genuinely cannot wait for you to see what we are going to be creating. This is just the beginning എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല കപ്പാസിറ്റി ഉള്ള നായികയാണ്. പക്ഷെ കൺട്രോൾഡ് ആയിട്ട് അഭിനയിക്കാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധായകൻ ഉണ്ടെങ്കിൽ അത് നല്ലൊരു ക്യാരക്ടർ വരുന്നു വിചാരിക്കും. കാരണം പുള്ളിക്കാരുടെ ലുക്കും ഭംഗിയും ഒക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ, ക്യൂട്ടാണ്. നമുക്കും ആ സ്ക്രീനിൽ കാണുമ്പോൾ നല്ല രസമാണ് കണ്ടിരിക്കാൻ. പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും കൊള്ളാം, അടിപൊളിയാണ്. മീൻസ് ഡാൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ അങ്ങനെ ആഘോഷിക്കപ്പെടുന്ന രീതിയിലൊരു കഥാപാത്രം വന്നിട്ടുണ്ട്. ഒരു യൂണിവേഴ്സൽ ക്രഷ് എന്നൊക്കെ പറയുന്ന രീതിയിലല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു നല്ല ക്യാരക്ടർ വന്നിട്ടുണ്ടോ വെച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പുഷ്പയിലൊക്കെ അഴിഞ്ഞാടി ഓവർ ആക്കിയിട്ടുണ്ട് ആ ചില സീനിലൊക്കെ. അപ്പോൾ ഇതിൽ നല്ലൊരു കഥാപാത്രമാകട്ടെ, പുള്ളിക്കാരന്റെ കപ്പാസിറ്റി ശരിക്കും എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള കഥാപാത്രമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കില്ലർ, വീണ്ടും SJ സൂര്യ ഡയറക്ടറിലാണ്. SJ സൂര്യ സംവിധാനം ചെയ്യുന്ന പറയുമ്പോൾ ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ നല്ല സൂപ്പർ പടങ്ങളാണ്. ആൻഡ് ശ്രീ ഗോകുലം മൂവീസ്, ഗോകുലം ഗോപാലനാണ് ഇതിന്റെ ഒരു പ്രധാന പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഏഞ്ചൽ സ്റ്റുഡിയോസ്, SJ സൂര്യ, ജോയിനിങ് ഹാൻഡ്സ് ഫോർ കില്ലർ എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി, ഇത്രയും ഭാഷയിലാണ് സിനിമ വരുന്നത്. അപ്പൊ ഇത്രയും അപ്ഡേറ്റുകളാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ആൻഡ് ഇതിന്റെ ഇടയിൽ തന്നെ പറയാനുള്ള 1-2 സാധനം കൂടെ ഉണ്ട്. ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് ഈ വാർത്ത. അതായത് സൂര്യ ഈസ് സെറ്റ് ടു ടീം അപ്പ് വിത്ത് ലോകേഷ് കനകരാജ്. ലോകേഷ് കനകരാജിന്റെ കൂടെ പ്രൊഡക്ഷൻ
ഫൈനൽ ടോക്സ് ആർ ഓൺ വിത്ത് മലയാളം ഡയറക്ടർ ലിജോ ജോസ് പെല്ലിശ്ശേരി. സ്റ്റേ ട്യൂൺ ഫോർ ദ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എന്നാണ്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് സാറ്റർഡേ നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വെരിഫൈഡ് ചാനലിലാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. ആൻഡ് ബബ്ബ, ഈ ബബ്ബ ഭയങ്കരമായിട്ടുള്ള ബബ്ബ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്താ സംഭവം എന്നുള്ള ഒരു പിടുത്തം നമുക്ക് ഇപ്പോഴും കിട്ടിയില്ല. കാരണം ലാലേട്ടന്റെ ബർത്ത്ഡേ വന്നപ്പോൾ ലാലേട്ടന്റെ ഒരു കാറിൽ ലാലേട്ടന്റെ ഇങ്ങനെ കൈയൊക്കെ കണ്ടാൽ നമുക്കറിയാലോ, ഒരു മോതിരൊക്കെയുള്ള കൈ ഇട്ട് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ. അപ്പൊ ഭയങ്കര ചർച്ച ചെയ്തത് മോഹൻലാൽ ഉണ്ട് എന്നുള്ളത് ആദ്യമേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ശക്തമായി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഉണ്ടായ റൂമർ അല്ല, അതിന് മുമ്പേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തലപതി വിജയുടെ ബർത്ത്ഡേക്ക്, ഇപ്പൊ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വീണ്ടും ഒരു പോസ്റ്റർ ഇറങ്ങി, ഹാപ്പി ബർത്ത്ഡേ തലപതി വിജയ്. ആൻഡ് അതിലുണ്ടോ എന്നുള്ള ഡൗട്ട് വീണ്ടും വന്നു. അതും വെറും ഡൗട്ടല്ല, അതിന്റെ മുമ്പേ അതിൽ ഉപയോഗിച്ചിട്ടുള്ള വണ്ടി ഗില്ലി റെഫറൻസ് ആണ്. സോ ഗില്ലി റെഫറൻസ് ഉണ്ടാവുന്ന രീതിയിൽ വാർത്തകൾ റൂമേഴ്സ് ആദ്യം ഉണ്ടായിരുന്നു. ആൻഡ് ഇത് വന്നപ്പോൾ എല്ലാവർക്കും ഉറപ്പായി അത് ഗില്ലിയിലെ വണ്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് പറഞ്ഞിട്ടുണ്ടാവുക എങ്ങാനും ക്യാമിയോ. അപ്പൊ ഇതിന്റെ റേഞ്ച് എവിടെ പോകുന്നുള്ളൊരു ഡൗട്ട്. ഇപ്പതേ ഹാപ്പി ബർത്ത്ഡേ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി, ഇതെവിടെ സാധനം, ഇതെന്തെങ്കിലും ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും ബർത്ത്ഡേ പറയാണോ, അതല്ല ഇവരൊക്കെ ശരിക്കും ഇതിലുണ്ടോ? ഇതിൽ വേറെ ആരെങ്കിലും ബർത്ത്ഡേ വന്നിട്ട് ഇവർ പറയാത്തതുണ്ടോ? ഇനി കണ്ണ് കാണാൻ എല്ലാവർക്കും നിങ്ങൾ ബർത്ത്ഡേ പറയൂ. ഒരു പിടുത്തം കിട്ടില്ല. ഇത് എങ്ങനെയാണ് പോണെന്ന്. ഭയം, ഭക്തി, ബഹുമാനം. ബഹുമാനം തോന്നുന്നുണ്ട് അപ്ഡേറ്റിൽ കണ്ടിട്ട്. ഭയം, ഭക്തിയൊക്കെ വരുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും എനിക്ക് തോന്നുന്നു ഇതൊരു വൻ പരിപാടി ആക്കാനുള്ള പരിപാടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്ലാനിങ് ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അങ്ങനെ നടന്നാൽ ദിലീപിന്റെ ഇതുവരെ വന്ന ചെറിയ ചെറിയ കമ്പാക്ടുകളൊന്നും അല്ലായിരിക്കും, ഒരു 1.5 തിരിച്ചുവരവ് എന്ന് നമുക്ക് പറയേണ്ടി വരും. തിരിച്ചു വന്നു വെച്ചാൽ തിരിച്ചു വന്നിട്ടുണ്ട്. ബട്ട് ആ ഒരു പഴയ ആധിപത്യം സ്ഥാപിക്കുന്ന, അത് വാളയാർ പരമശിവം പോയിട്ടൊരു തിരിച്ചുവരവുണ്ടല്ലോ, അതൊരു വരവാനുള്ള എല്ലാ സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഓരോന്നായി പിടിച്ചടക്കുമോ എന്നത് കണ്ടറിയാം. എന്തായാലും ബബ്ബ എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. കാണുന്നവരെ